ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാനിപ്പൂരി നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയാലോ? ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ പാനിപ്പൂരി തയ്യാറാക്കി കൊടുക്കാം. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ ഇനി വൈകിക്കേണ്ട അല്ലേ, നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഫുൾ റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് റവ, 3/4 കപ്പ് മൈദ, ഇത് രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴയ്ക്കുക. ആദ്യമേ നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കുമ്പോൾ വെള്ളം കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കുറേശ്ശെ ചേർത്ത് ഇതുപോലെ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാം. ഇനി നമുക്ക് പാനിപ്പൂരിക്കുള്ള പാനി തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില കൂടി ഇട്ട് കൊടുക്കാം. ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ സൈസിലുള്ള വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വാളൻ പുളിയാണ്, കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പാനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള പാനി നമുക്ക് ഒരു ബൗളിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പാനി അരിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള പൊട്ടാറ്റോ ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. അതിനെ നമുക്കിങ്ങനെ ഉടച്ചെടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ചാട്ട് മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് നമ്മളതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡോ ഇവിടെ നന്നായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഡോയാണ്. അതിവിടെ നന്നായിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ 2 ബോൾസ് ആക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ശേഷം ഒരു ബോൾസ് എടുക്കുക, കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മാവ് തൂക്കി കൊടുക്കാം. ശേഷം നമുക്കിതിനെ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക. എല്ലാ സൈഡും ഒരേ ലെവൽ വരുന്ന രീതിയിൽ പരത്തിയെടുക്കുക. ഒരുപാട് നൈസും ആകരുത്, ഒരുപാട് തിന്നും ആകരുത് കേട്ടോ. ഒരുപാട് കട്ടിക്കും വേണ്ട, ഒരുപാട് നൈസായിട്ടും വേണ്ട. അത് ഈ ഒരു ഇതിലെടുക്കുക. ഇനി നമുക്കിതിനെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കട്ടർ വെച്ചിട്ട്
കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കൊരു കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായ ഓയിലിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് പൊങ്ങി വരുള്ളൂ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഓയിൽ ചൂടാക്കുക. ശേഷം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ബോൾസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിപൂരി ഫില്ല് ചെയ്തെടുത്താലോ. അപ്പോൾ ഒരു ബോൾസ് എടുത്ത് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ ഫില്ലിങ്ങും വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പാനിപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സൂപ്പർ വിഭവമായിട്ട് നൗറൂസ് കിച്ചണിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.